മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 35. നിങ്ങളുടെ കാണുന്നത് ഈശോ കണ്ണീർ പൊഴിച്ചു എന്നാണ്. നമുക്കറിയാം, ഇവിടെ ലാസറിന്റെ മരണത്തില് ദുഃഖാർത്തനായ ഈശോ കരയുകയാണ്. നേതാക്കളും പരീക്ഷ പ്രമാണികളും ഈശോയെ അംഗീകരിച്ചില്ലെങ്കിലും ജനസമൂഹം തന്നെ ബഹുമാനിച്ചു. തന്റെ പ്രസംഗം ശ്രദ്ധിക്കുവാൻ വലിയ ജനസമൂഹം തന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. ക്രിസ്തീയ വിശ്വാസിക്ക് ലഭിക്കുന്ന അനുഭവം ഇതായിരിക്കും. ചുരുക്കം ചില പ്രമുഖന്മാരുടെ അതൃപ്തി ഉണ്ടാകാമെങ്കിലും മുൻവിധിയും സ്ഥാപിത താല്പര്യവുമില്ലാത്ത ആളുകളുടെ സ്നേഹം അവർക്ക് എപ്പോഴും ലഭിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് അപ്പോഴാണ്. ഈശോയുടെ ആകർഷണ ശക്തിയുടെ രഹസ്യം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ ഐക്യപ്പെടാനുള്ള കഴിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. മർത്തയുടെയും മറിയത്തിന്റെയും മുഖഭാവം തന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അവരുടെ ദുഃഖം തന്റെയും ദുഃഖമായി. ഈശോ അവരോട് ചേർന്ന് കണ്ണീർ പൊഴിച്ചു. ഈ കഴിവുള്ളവരെ ലോകം സ്നേഹിക്കാതിരിക്കുകയില്ല. നമുക്കും ഈ കഴിവുണ്ടാകണം. അപ്പോൾ ലോകത്തിന് നമ്മെ ആവശ്യമായി തീരും. നമ്മുടെ സ്വന്തം കാര്യങ്ങളെപ്പറ്റി മാത്രം ഭാരപ്പെടുവാനേ നമുക്ക് സാധിക്കുന്നു. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയുന്നതാണ് നമ്മുടെ പതിവ്. ഹൃദയഭാരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ വരുന്നവരെ നാം അവഗണിക്കരുത്. അത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരോട് താതാത്മ്യപ്പെടുവാൻ ഒരു ക്രൈസ്തവന് സാധിക്കണം. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തണം. ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരത്താണിയാകണം ഒരു ക്രൈസ്തവൻ. ക്രൈസ്തവൻ ഭാരപ്പെടുന്നവരുടെ ഭാരങ്ങൾ താങ്ങുന്ന ഒരു അത്താണിയായിട്ട് മാറണം. നമ്മുടെ മുൻപിൽ വേദനയുമായി കടന്നു വരുന്ന വ്യക്തികളെ ശ്രവിക്കുവാൻ, എന്നാലാവും വിധം അവരെ സഹായിക്കുവാൻ നമുക്കൊരു നല്ല ഹൃദയം ഉണ്ടാവും. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.